ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വയനാട് ട്രിപ്പിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കാണണേ ആദ്യം. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയ സമയത്ത് എന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ട്രൈബൽ വില്ലേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഫാമിലി ആയിട്ട് ഏർലി മോർണിംഗ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 9:30, 9:45, 10 മണി ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ എന്നൂർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുന്നാളും വിഷുവും ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തിയ സമയത്ത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടിക്കറ്റ്സ് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ തിരക്കിൽ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുൻകൂട്ടി അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ. അപ്പോൾ നമ്മൾ എത്ര പേരാണോ അതിനനുസരിച്ചിട്ട് ആണ് ടിക്കറ്റ് വരുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ടിക്കറ്റിൻ്റെ ഫീസ് വരുന്നത് വെവ്വേറെയാണ്. ടിക്കറ്റ് റേറ്റ് അഡൾട്ടിന് വരുന്നത് 50 രൂപയാണ്. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 50 രൂപ തന്നെയാണ് വരുന്നത്. പിന്നെ കിഡ്സിൻ്റെ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 20 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമുക്ക് 24 പേർക്ക് വരെയാണ് ഈ വൺ ടൈം ആയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിൽ നമുക്ക് ഷട്ടിൽ സർവീസ് ഉണ്ട്. പിന്നെ അതായത് നമുക്ക് നമ്മളെ വണ്ടിയിൽ വന്നു കഴിഞ്ഞാലും ഒരു 2 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോകാനുണ്ട്. അപ്പം നമുക്കത് ജീപ്പിൽ പോകാൻ പറ്റും. അപ്പം ജീപ്പിൽ പോകുന്ന സമയത്ത് നമ്മൾ ഷട്ടിൽ സർവീസാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോവാം. അപ്പം 30 രൂപയാണ് അഡൾട്ടിന് വരുന്നത്, കിഡ്സിന് 20 അങ്ങനെയാണ്. പിന്നെ നമ്മൾ DSLR ക്യാമറയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 150 രൂപയാണ്. നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ നമുക്ക് ക്യാമറ അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ക്യാമറ അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ടിക്കറ്റുമായിട്ട് അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഷട്ടിൽ സർവീസ് ബുക്ക് ചെയ്ത ആളുകൾക്ക്, അതായത് ജീപ്പ് എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ ടോക്കൺ തരും. അപ്പം ആ ടോക്കൺ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെ ജീപ്പിൽ കയറ്റി വിടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നമുക്ക് വയസ്സായ ആളുകൾക്ക് ഓട്ടോയിൽ പോവാം. അതായത് നമ്മൾ പൈസയൊന്നും അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രായമായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ സർവീസ് ഉണ്ട്. അപ്പം വയസ്സായവർക്കൊക്കെ അങ്ങനെ പോവാം കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി നേരെ നടക്കുകയാണ് ചെയ്തത്. കാണുമ്പോൾ നമുക്ക് നല്ല വെയിലാണെന്നൊക്കെ തോന്നുമെങ്കിലും അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള വെയിലൊന്നുമല്ല. പിന്നെ മലമുകളിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പേടിക്കാനൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദാഹിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടിക്കാൻ വെള്ളം, പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, പിന്നെ ഫീഡിങ് റൂം, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര വെയിലായിരിക്കും. വെയിലുണ്ട്, സംഭവം സത്യമാണ്. പക്ഷെ നല്ല തണുത്ത കാറ്റല്ല, നല്ല സുഖം കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ വെയിലിന്റെ ചൂട് അറിയണല്ലോ, കാറ്റുണ്ടായതുകൊണ്ട്. മേലെ എന്തൊക്കെയോ മറ്റിങ്ങനെ നമ്മുടെ ട്രൈബ്സിന്റെ ഡാൻസും പിന്നെ അതേപോലെ നെല്ലുത്തലും എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടു. നമുക്ക് പോയി നോക്കാം. കാണാം. ഇതുണ്ടോ? ഇത് കാണുന്ന സമയത്ത് എനിക്ക് ചൈന വന്മതിലൊക്കെ ഓർമ്മ വരുന്നത്. കാരണം താഴെ മുതൽ മേലെ വരെ ഇങ്ങനെ ഒരേപോലെ പോകുന്നോണ്ട് നിങ്ങളാ ഈ കുന്നിന്റെ മുകളിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് ഉയരത്തേക്കാണ്. പിന്നെ വയസ്സായവർക്കൊക്കെ, പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഓട്ടോയിൽ പോകാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. പൈസ കൊടുക്കേണ്ടവർക്ക് പൈസ കൊടുക്കണ്ട. അപ്പൊ ഉമ്മയും അമ്മായിയും ഒക്കെ ഓട്ടോയിലാണ് പോയത്. അവര് മേലെ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നടന്ന് ഇനി അങ്ങോട്ടേക്ക് എത്തണം. പക്ഷെ ഈ മലമുകളിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വരൂ, നമുക്ക് പോകാം. എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഈ മതിൽ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ടെക്സ്ചറൊക്കെ തന്നെ ഒരു വേറെയാണ് കേട്ടോ. പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മണ്ണൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നെ അതേപോലെ തന്നെ വെട്ടുകല്ല്, ചെങ്കല്ല്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ആധികാരികമായിട്ടുള്ള തലത്തിലേക്കൊന്നും നമ്മൾ ഇറങ്ങി ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്യാം.
ഇത് ഒരു ഹെറിറ്റേജ് മ്യൂസിയമാണ്. ഒരു ട്രൈബൽ വില്ലേജ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ശരിക്കുള്ളൊരു ട്രൈബൽ വില്ലേജ് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു റീക്രിയേഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നമ്മളിവിടെ പോയ സമയത്ത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആളുകൾ വരെ അവിടെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര നല്ല തണുത്ത കാറ്റാണ്. ഒരു ഇവിടെ ഇത്രയും ഓപ്പൺ സ്പേസ് ആണ്, പക്ഷെ അടിപൊളി കാറ്റ്, നല്ല വൈബ്. ഫോറിനേഴ്സും ഉണ്ട്. കുറേ പേര് നന്നായിട്ട് തന്നെ നടന്ന് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, നമ്മളെ കൂടെയുള്ള പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ള, കാരണം അവരുടെയൊക്കെ ഒരു വൈബ് ആണോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോയതിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു എന്നൂർ. പിന്നെ അതേപോലെ തന്നെ കുറേ സമയം നടന്ന് കാണാനുള്ളത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ കൾച്ചറൽ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നടന്ന് ക്ഷീണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് വിശ്രമിക്കാൻ, റിലാക്സ് ചെയ്യാനുള്ള ഒരുപാട് സ്പോട്ടുകൾ വരുന്നുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫീഡിങ് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത്, ഫീഡ് ചെയ്യുന്ന ബേബീസിനെ കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ റിലാക്സ് ആയിട്ട് ഇരിക്കാനും അതേപോലെ തന്നെ കുട്ടികളെ ഫീഡ് ചെയ്യാനൊക്കെ നല്ല ഒരു സഹായമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല പ്രൈവസിയോടെ തന്നെ നമ്മൾ അവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഫീഡിങ് റൂം അവർ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതായത് നമ്മൾ അവിടെയുള്ള വേസ്റ്റ് ബിൻ ആയിക്കോട്ടെ, അതൊക്കെ നമ്മളെ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ നമുക്ക് കുറേ വാൾ പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഞാൻ ഫുഡ് കോർട്ട് ഇങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇതിൻ്റെ പേര് ഗദ്ദിക എന്നാണ്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ടോ, ജസ്റ്റ് ഒന്ന് കാണിക്കും. അത് നോക്കി ആ ബെഞ്ചും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കാറ്റാണ്, നല്ല കാറ്റ്. നമ്മളൊരു AC റൂമിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ വ്യൂ കണ്ടോ, വ്യൂ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തായാലും വ്യൂ കാണാൻ പറ്റില്ല, പക്ഷെ നല്ല അടിപൊളിയാണ്. താഴത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല കാണാൻ വേണ്ടിയിട്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല കാറ്റും നല്ല അടിപൊളി വൈബും. പിന്നെ ഇവിടെ ഒരു 12:30 ആവുന്ന സമയത്താണ് ഫുഡ് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര ഇവിടെ. ഇങ്ങനെ സ്റ്റാറ്റസിലും സ്റ്റോറി ആയിട്ടൊക്കെ എന്നൂര് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ള സംഭവങ്ങളൊന്നും മുഴുവനായിട്ട് അറിയില്ലായിരുന്നു. അവിടെ ഒരുപാട് ഷോപ്പുകളും പിന്നെ അതേപോലെ തന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതിൻ്റെ ഉള്ളിൽ പോയപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും നോൺ വെജും വെജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് ഒരേ സമയം തന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി നിങ്ങൾക്ക് കണ്ടല്ലോ, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഫുഡൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്നൂരിൻ്റെ അകത്തായിട്ട് തന്നെ ഒരുപാട് സ്റ്റാളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റീന് അവരുണ്ടാക്കുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഹോം ഡെക്കോർ, പിന്നെ അറിയാലോ നമ്മൾ ഇതേപോലെ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്ന സമയത്ത് ഒരുപാട് കൗതുകം ഉണർത്തുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കോർട്ടിൽ ഫുഡൊക്കെ ഐറ്റംസൊക്കെ പ്രൊഡക്ട്സൊക്കെ വെക്കുന്ന ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു, സ്റ്റാളിൽ. അപ്പോൾ അവിടെ കയറിയ സമയത്ത് അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് അച്ചാറുകൾ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുണ്ടല്ലോ, നമ്മൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഭയങ്കര പ്രൈസും കാര്യങ്ങളൊന്നുമില്ല, എനിക്കൊരു പാകത്തിനുള്ള വിലയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതേപോലെ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് എസ്പെഷ്യലി ഇതുപോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ അത്യാവശ്യം നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത്ര പ്രൈസ് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ഈ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ള പപ്പടവും പിന്നെ അതേപോലെ തന്നെ പനം കൽക്കണ്ടമാണ് കേട്ടോ വാങ്ങിച്ചത്. ഈ പനം കൽക്കണ്ടം എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കുട്ടികൾക്ക്, അതായത് നമ്മൾ 6 മാസം മുതൽ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫുഡ്
ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടം ആഡ് ചെയ്യാറുണ്ട്. പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയ്ക്കൊക്കെ പകരം നമ്മൾ പനങ്കൽക്കണ്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അല്ലിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പനങ്കൽക്കണ്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അവിടുന്ന് ഒരു ചെറിയ ബോട്ടിൽ പനങ്കൽക്കണ്ടം വാങ്ങിച്ചത്. പിന്നെ അവിടെ തന്നെ ഈ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ നല്ല ശുദ്ധമായിട്ടുള്ള കാപ്പിപ്പൊടി, പിന്നെ വയനാടാണല്ലോ അപ്പം കാപ്പിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ തേയിലപ്പൊടി, പിന്നെ അതേപോലെ റാഗി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും പിന്നെ ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് പൊടികൾ, നമുക്ക് ഫുഡ് ഐറ്റംസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ജസ്റ്റ് അവിടെ ഒന്ന് കയറി ഒന്ന് നോക്കി ചെയ്തുള്ളൂ. കാരണം നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അത് നോക്കി അവിടെ നിന്ന് ഇറങ്ങി, അത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ്, നമുക്ക് ഷോയ്ക്ക് വേണ്ടിയിട്ട് വെക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഹോം ഡെക്കോർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒരുപാട് ആളുകൾ ഈ വുഡിൻ്റെ ആയിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഐറ്റംസൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വുഡിൻ്റെ തവികൾ, കയ്യിൽ, ഇങ്ങനെയുള്ള സ്പൂൺസ്, സ്പാച്ചുല, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഷോപ്പിംഗ് ക്രേസുകളൊക്കെ ഉള്ള ആളുകൾക്കാവുമ്പം ഇതിൻ്റെ ഉള്ളിൽ വെറും ചുറ്റി നടന്ന് കാണാൻ മാത്രമല്ല നമുക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ എണ്ണൂരിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതേപോലെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയെ പുറത്തോട്ട് കൊണ്ടുവന്ന് അവരുടെ ഇത്തരത്തിലുള്ള കഴിവുകളെ കുറച്ചും കൂടെ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ അതേപോലെ തന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ബാക്കിയുള്ളവരിലേക്കും കൂടെ അത് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ളവർക്കും അവരുടെ കൾച്ചറും പിന്നെ അതേപോലെ തന്നെ അവരെ പറ്റി കൂടുതൽ അറിയാനും പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒരു പുതിയൊരു അനുഭവമായിരിക്കും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എല്ലാവർക്കും സെയിം എന്താ പറയുക ഇഷ്ടത്തോട് കൂടിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം എന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തായാലും എണ്ണൂർ നല്ലൊരു അടിപൊളി പ്ലേസ് ആയിരിക്കും. തമ്മി കൂട്ടിയിടിക്കുന്നു അങ്ങനെ നമുക്കേ ഗ്രൈൻഡർ ഒഴിവാക്കിയിട്ട് ഇനി പൊക്ക് സ്പീഡ് പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു മോഡേൺ യുഗത്തിൽ നമുക്ക് അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണ് ഈ നെല്ലുകുത്തൊക്കെ. എനിക്കറിയില്ല ഇപ്പോഴും എല്ലാ വീട്ടിലും ഇതുപോലെ നെല്ലൊക്കെ കുത്തി ഉപയോഗിക്കുന്നവരുണ്ടോയെന്ന്. വളരെ ചുരുക്കമായിരിക്കും, വളരെ ചുരുക്കം എന്നല്ല, ചിലപ്പോൾ വിരലിലെണ്ണാവുന്ന പഴയ ആളുകൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മില്ല് അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡറും പിന്നെ അതേപോലെ തന്നെ മിക്സിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പം അവിടെ പോയ സമയത്ത് ഇതേപോലെ കുറച്ച് ചേച്ചിമാർ
ഈ നെല്ലുകുത്തും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് അവിടുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ ആദ്യമായിട്ടല്ല, ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ അവരത് നല്ല അടിപൊളിയായിട്ട് തന്നെ പാട്ടൊക്കെ പാടി കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു കൈ നോക്കാൻ ഉള്ള അവസരവും കൂടെ അവർ തരുന്നുണ്ട് കേട്ടോ. അവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട് അവർ ട്രൈബൽ ഡാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അതിൽ ഒരു മെയിൻ ആയിട്ടുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹട്ടിൽ വെച്ചിട്ടാണ് അവരവിടെ കളിക്കുന്നത്. അത്യാവശ്യം ആളുകളൊക്കെ കൂടുന്ന സമയത്തൊക്കെ അവരവിടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഹട്ടുകൾ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്തൊരു ചൂടാണ് ഇപ്രാവശ്യമൊക്കെ അല്ലേ, ഭയങ്കര ചൂടായിരുന്നു, സഹിക്കാൻ പറ്റാത്ത ചൂട്. പക്ഷെ അവിടെ പോയി അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു എന്താ പറയുക, AC റൂമിലൊക്കെ ഇരിക്കുന്നത് അത്രയും സുഖമായിരുന്നു. നമ്മളിങ്ങനെ പറയില്ലേ, ഈ വൈക്കോല് കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ വീട്ടിലൊക്കെ താമസിക്കാൻ ഭയങ്കര സുഖമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് എന്ന്. പക്ഷേ ഭയങ്കര മഴയും ഇടിയൊക്കെ സർവൈവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ നമ്മൾ ഈ വെയിലത്തൊക്കെ പോയി ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് തറയിലൂടെ നടക്കാനായിക്കോട്ടെ, അവിടെ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു പ്രതീതിയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. പിന്നെ അതേപോലെ തന്നെ അവർ അവിടെ പണ്ട് കാലത്തുള്ളതുപോലെയുള്ള അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ട്രൈബ്സ് എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു അതിൻ്റെ ഒരു മോഡലൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ മീൻ പിടിക്കാൻ പോകുന്ന സംഭവവും പിന്നെ അതേപോലെ തന്നെ പഴയ ചൂല്, പിന്നെ മൺകുടുക്കയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്, പിന്നെ ചെറിയ കുട്ടികളെ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ടുള്ള തൊട്ടിൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് എന്തായാലും ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനും പിന്നെ അതേപോലെ തന്നെ കുറച്ച് സമയം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനൊക്കെ ഉള്ള ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു വകുപ്പൊക്കെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇന്നൂർ. ഒരുപാട് പേര് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അവിടെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് നടന്ന് മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കൂളായിട്ട് നമുക്ക് ഇരിക്കാം. എന്തായാലും പോയതല്ലേ, അപ്പോൾ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെയുള്ള എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് വേണ്ടേ തിരിച്ചു വരാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് അവിടെ അമ്പെയ്ത്ത് ഉണ്ടായിരുന്നു. അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്, ആരും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി എന്തായാലും പോയതല്ലേ, നമുക്കൊരു അമ്പൊക്കെ എയ്ത് വരാമെന്ന് പറഞ്ഞു. പിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിലും നമ്മൾ ശ്രമിക്കണം, അതാണല്ലോ വേണ്ടത്. ഇനി അഥവാ കിട്ടി പോയി എന്നുള്ള അവസ്ഥയാണ്. ഇനി അഥവാ കിട്ടിയാലോ, അങ്ങനെ ഞാനും എയ്തു അമ്പ്, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ആരുടെയും അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയൊന്നും ചെയ്തില്ല. പക്ഷേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി, വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ.
ഈ അമ്പും വില്ലൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്കെന്തോ ബാഹുബലിയിലെ ദേവസേനയൊക്കെ ഓർമ്മ വന്നത് കേട്ടോ. അതുപോലെയൊക്കെ ഒരു ഫീലായിരുന്നു. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു. പിന്നെ അവിടെയുള്ള ഏട്ടനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. നമ്മൾ എത്രയോ 30 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു വരുന്നത് ചാർജ്. അപ്പോൾ പക്ഷെ എന്നാലും ആൾ നമ്മളെടുത്ത് ഒരു 2-3 തവണയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ അതായത് നമ്മൾ അഥവാ ഇനി ചെയ്തിട്ട് ശരിയാവുകയാണെങ്കിലോ എന്നുള്ള രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾ സമ്മതിക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് എത്ര സമയം വേണമെങ്കിലും വീഡിയോ എടുക്കാനും എല്ലാം. പിന്നെ ആളെന്നെ പറഞ്ഞു തരുന്നുണ്ട് പോസ് ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ എങ്ങനെയാണ് അത് പിടിക്കേണ്ടത്, പിന്നെ അതേപോലെ എവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫോട്ടോ കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ തന്നെ പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ ഇതിലൊരു എക്സ്പെർട്ടാണെന്ന് തോന്നുന്നു. എക്സ്പെർട്ട് ആയിരിക്കും, അങ്ങനെയുള്ള ആളുകളെയാണല്ലോ അവരവിടെ നിർത്തുക. ആൾ ഒരു തവണ ജസ്റ്റ് ട്രയൽ കാണിച്ച് തരുകയും ചെയ്തു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓൾ ഓവർ നല്ലൊരു എക്സ്പീരിയൻസ് ആയി അത്. ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിർഷൻ ട്രൈ ചെയ്തു കേട്ടോ. ഭാഗ്യത്തിന് ഉന്നത്തിലെത്തിയില്ല. അതെങ്ങാനും എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ കളിയാക്കി കൊന്നേനെ, മൂപ്പരങ്ങ് പൊങ്ങിയടിച്ച് പോയേനെ. എന്തായാലും അതുണ്ടായില്ല, അതുകൊണ്ട് ഭാഗ്യം. അങ്ങനെ അമ്പൊക്കെ ചെയ്ത് ആ ക്ഷീണം മാറ്റാൻ വേണ്ടി തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഓരോ സർബത്തൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ എന്നൂരിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.